അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ കുറിച്ചാണ് നാം സംസാരിക്കുന്നത്. നോമ്പ് മുറിയുന്നത് 4 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, സംയോഗം ചെയ്യുക. 2, മറ്റു രീതിയിൽ മനീ പുറപ്പെടുവിക്കുക മനഃപൂർവ്വം. 3, ഉണ്ടാക്കി ഛർദ്ദിക്കുക. 4, തടിയുള്ള വസ്തു ഉള്ളിലേക്ക് പ്രവേശിക്കുക. ഈ 4 കാര്യങ്ങൾ കൊണ്ട് നോമ്പ് ബാത്തിലാകുന്നത്. എന്നാൽ വസ്തു ഉള്ളിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞല്ലോ, നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് വിശദമായിട്ട് സംസാരിക്കേണ്ടതുണ്ട്. ക്രമേണ നമുക്ക് അത് വിശദീകരിച്ച് പോവാം. ഈ 4 കാര്യങ്ങൾ മനഃപൂർവ്വം അറിവോടെ ഇഷ്ടപ്രകാരം ചെയ്താലാണ് നോമ്പ് ബാത്തിലാവുക എന്നത് നാം പ്രത്യേകം മനസ്സിലാക്കുക. അതായത് നോമ്പുകാരൻ എന്ന കാര്യം മറന്നുകൊണ്ടോ അറിവില്ലാതെയോ മറ്റൊരാളുടെ നിർബന്ധത്തിന് വഴങ്ങിയോ ഈ ബാത്തിലാകുന്ന കാര്യങ്ങൾ ചെയ്താൽ നോമ്പ് ബാത്തിലാവുന്നതല്ല എന്നതാണ് ഇതിന്റെ ഒരു വിശദീകരണമായിട്ട് നമുക്ക് പറയാൻ കഴിയും. നോമ്പ് കാരനാണെന്ന അറിവില്ലാതെ പലപ്പോഴും നമ്മൾ അറിയാതെ പലപ്പോഴും ചെയ്യാറുണ്ട്. ഇങ്ങനെ മറന്ന് അറിയാതെ നമ്മൾ വെള്ളം കുടിക്കുകയോ ഭക്ഷണം കഴിക്കുകയോ ചെയ്താൽ നോമ്പ് ബാത്തിലാവുകയില്ല എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ഹദീസുകളൊക്കെ കുറെ ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവാണ് കുടിപ്പിച്ചത്, അള്ളാഹുവാണ് ഭക്ഷിപ്പിച്ചത് എന്നൊക്കെ വിശദീകരണം പറയുന്ന ഒരു ഹദീസ് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും.